ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്തുത്തരാ പറയാ? ആൾക്കാർ പറയും ആളെ പറ്റിക്കൽ പരിപാടിയാണ്, ഇതൊക്കെ പറയാറുണ്ട്. വെറുതെ ചുമ്മാ ആളെ പറ്റിക്കുന്നല്ലേ എന്നൊക്കെ പറയാറുണ്ട്. വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറഞ്ഞാൽ പറയട്ടെ. ഇനി അബൌട്ട് സ്പെൽ ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്, അത് ശരിക്കും വർക്ക് ചെയ്യുന്നതാണോ? ഈ സ്പെൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ലവ് സ്പെൽ, കരിയർ സ്പെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, എൻ്റെ ഒരു ചോദ്യമേ ഉള്ളൂ, ഈ ലവ് സ്പെൽ ചെയ്യേണ്ട ആവശ്യം വരുന്നത് എവിടെയാണ്? ലൈക്ക് നമ്മൾക്ക് ഒരാളെ ഫോഴ്സ് ചെയ്യണം നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഫോഴ്സ് ചെയ്ത് നമ്മൾക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? സ്പെൽസ് വർക്ക് ആവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഇത് ടാറോയിൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് സ്പെൽസ് ആണ്, ബ്ലാക്ക് സ്പെൽസ് അല്ല, ബ്ലാക്ക് മാജിക് സ്പെൽസ് അല്ല, വൈറ്റ് സ്പെൽസ് ആണ്. ലൈക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ആ സ്പെൽസിനും ഒരു പീരിയഡ് ഉണ്ട്, അതിൽ കൂടുതൽ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക് ടാരോ റീഡിങ്ങുമായിട്ട് വല്ല ഒരിക്കലുമില്ല. അങ്ങനെയൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, വിച്ച് ക്രാഫ്റ്റ് ആണ്, അതാണ് ഇതാണ്, അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഇതൊരു ടൂൾ നമ്മൾക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് വെൻ എവർ യു ഫീൽ സ്റ്റക്ക് അല്ലേ, കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ലൈക്ക് മനസ്സിലായോ, ആ ഒരു ടൂളാണിത്. പിന്നെ നമ്മൾക്കുള്ള നെഗറ്റീവ് എനർജീസ് ഇതിൽ അറിയാൻ പറ്റും. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ആൾ ചോദിക്കുകയാണ് എനിക്ക് വല്ല ബ്ലോക്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കത് പറയാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്ക് എന്താ ബ്ലോക്സ് എന്ന് പറയാൻ പറ്റും. അത് കൂടാണ്ട് ഇപ്പം ചിലർക്ക് ചോദിക്കണം എനിക്കാരും കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്യുക, സോൾട്ട് വാട്ടർ ക്ലെൻസിങ് കേട്ടിട്ടുണ്ടല്ലോ. സോൾട്ട് ക്ലെൻസർ ഭയങ്കര ഇതാണ്, നെഗറ്റീവ് എനർജീസ് അബ്സോർബ് ചെയ്യാനുള്ള. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ലൈക്ക് നമ്മളൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പെടുത്തിട്ട് 2 കയ്യിൽ റബ്ബ് ചെയ്തിട്ട് ലൈക്ക് ഐ ആം ക്ലെൻസിങ് അവേ ഓൾ ദ നെഗറ്റീവ് എനർജീസ് ദാറ്റ് ഐ ഹാവ് അട്രാക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കഴുകിയാൽ മതി. അത് നല്ല എഫക്റ്റീവാണോ? ഭയങ്കര എഫക്റ്റീവാണ്. അത് ചെയ്തു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായിട്ട് വന്നൊരു ഇതിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട്, അതൊക്കെ ഇപ്പം നമുക്കൊന്നും സ്പെൻഡ് ചെയ്യാൻ അത്ര ചിലവുള്ള കാര്യങ്ങളല്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെ അതും ചെയ്യാം. അപ്പം അതുകൊണ്ട് സ്പെൽസിൻ്റെ കാര്യത്തിൽ പറയാൻ എനിക്ക് അതാണ്. ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യാറില്ല. ഓ, സ്പെൽ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചെയ്യാറില്ല. ഹീലിംഗ് ചെയ്യാറുണ്ട്, ലൈക്ക് ഹെൽത്ത് ഹീലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് കേസസ് വരാറുണ്ട്, പിന്നെ പല അസുഖങ്ങളും വരാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ ഹീലിംഗ് ബെനിഫിറ്റ് ആയിട്ടുമുണ്ട് കുറേ പേർക്ക്. അതാണ് ഏഞ്ചൽ ഹീലിംഗ് അല്ലേ? ഏഞ്ചൽ ഹീലിംഗ്, അത് ഏഞ്ചൽ ഹീലിംഗ് ആണ്. അത് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയാമോ? അത് ഞാൻ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ക്യാൻഡലിൻ്റെ മുകളിൽ കാർവ് ചെയ്യും ഞാൻ എഫർമേഷൻസ്. എനിക്ക് അയാളുടെ കാർഡ്സ് ആദ്യം എടുക്കും. കാർഡ്സ് എടുത്തതിന് ശേഷം സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഫർമേഷൻ കാർവ് ചെയ്യും. പിന്നെയും അഗെയിൻ ഞാൻ പറയാണ്, നമ്മൾക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫൈനൽ ഡിസിഷൻ ചെയ്യുന്ന ആൾ വേറെയാണ് അല്ലേ, ദൈവമാണ്. നമ്മൾക്ക് ലൈക്ക് വി ക്യാൻ ഓൺലി പ്രേ ഫോർ ദാറ്റ് പേഴ്സൺ. അപ്പോൾ ഇനിയിപ്പോൾ അയാൾക്ക് എത്ര ആയുസ്, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഇതൊരിക്കലും നമ്മൾ തെറ്റായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ഒരാളുടെ നമുക്ക് കാർഡ്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റും അയാൾ റിക്കവർ ആവുമോ ഇല്ലയോ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതിന് റിസൾട്ട് വരാറുണ്ട്. ഓക്കെ. ഇപ്പോൾ റിലേഷൻഷിപ്പിന് ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും വില്ലിങ് ആണ് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന സമയത്ത് അതും ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം അവർ രണ്ടുപേരുടെയും യെസ് ആണ്, രണ്ടുപേരും വേണം. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ട്, അതിപ്പോൾ ഏത് ഒരു ഇതിലുണ്ടാവുന്നതാണല്ലോ. അപ്പം അത് ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാണ്ട് എന്താ പറയുക, പാഷനേറ്റ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരണം, എന്നെ മാത്രം ഓർക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാൻ സ്ട്രേറ്റ് അവേ നോ തന്നെ പറയാറാണ്. ഓക്കെ. ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുമല്ലോ, അങ്ങനെ ഭയങ്കര വിയേർഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ? അയ്യോ, വിയേർഡായിട്ടുള്ള വരാറെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി മാരീഡാണ്. ഓഫീസിലൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളുടെ എനർജി ഒന്ന് നോക്കിത്തരണം. പിന്നെ ഞാൻ വർക്ക് റിലേറ്റഡ് പോയിട്ടുണ്ടായിരുന്നു, അവളുടെ എനർജി ഒന്ന് നോക്കിത്തരണം. മനസ്സിലായോ? എനിക്കിതിലും വിയേർഡായിട്ടുള്ളത് എന്താ ഞാൻ പറയാം, ഇപ്പം സംഭവം മനസ്സിലായില്ലേ? അതാണ് കാര്യം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ ഏറ്റവും വിയേർഡായിട്ടുള്ള വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കല്യാണം എപ്പം നടക്കും, ഓക്കെ, അത് നമുക്ക് പ്ലാനറ്ററി പൊസിഷൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അഗെയിൻ ഞങ്ങൾ ദൈവമല്ല. ഓക്കെ, പെണ്ണിൻ്റെ സ്ഥലം, ഓക്കെ,
അത് കഴിഞ്ഞു. നമ്മൾ സ്ഥലം എവിടെയാണെന്നുള്ളത് അതിപ്പം സ്റ്റേറ്റ് ചോദിക്കുകയാണ്, അതും കഴിഞ്ഞു. ആ സ്റ്റേറ്റിൽ ഏത് സ്ഥലത്ത്, ആ സ്ഥലത്തിൽ ഏത് നാട്ടിൽ, ആ നാട്ടിൽ ഏത് വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്തുത്തരാ പറയാ? എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കയ്യും പിടിച്ച് കൊണ്ടുപോയിട്ട് പെണ്ണിനെ കാണിച്ചു കൊടുക്കേണ്ടി വരുമോ ഈശ്വര എന്നുള്ളത്. സത്യമായിട്ടും പറയാം, ഇതൊക്കെ ചോദ്യം എനിക്ക് ഇത് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് ടാറോ എന്താണെന്ന് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണിത്. മനസ്സിലായോ? ഇത് നമ്മളുടെ ഗ്രോത്തിന് മാത്രം യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മൾ എവിടെയാണോ സ്റ്റക്കാവുന്ന ലൈഫിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഫേഷ്യൽ പാരാലിസിസ് ഉള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, 13 years ബാക്ക് എനിക്ക് ട്യൂമർ വന്നിട്ട് റൈറ്റ് സൈഡ് ഫുള്ളി പാരലൈസ്ഡ് ആയതായിരുന്നു. അപ്പം നമ്മളെന്താ പറയുക, വെള്ളം കുടിക്കാൻ പറ്റില്ല, കണ്ണടയ്ക്കാൻ ശരിക്കും പറ്റില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു ജേർണി വാട്ട് എവർ ഇറ്റ് ഈസ് ലൈക്ക് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ വീക്ക്നെസ്സും എൻ്റെ സ്ട്രെങ്ത്തും ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ ഈ ഒരു ജേർണി എനിക്ക് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു 28 നമ്മളൊരു സൈഡ് ഫുൾ ഫേസ് ഫുൾ പാരലൈസ്ഡ് ആയി പോവുക, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. മുഖത്തൊരു ചെറിയൊരു പിമ്പിൾ വന്നാൽ പോലും നമ്മൾ വേഗം ഓടും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാലം ജീവിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മെയിനായിട്ട് അതൊരു ഗൈഡൻസ് ആണ്. നമ്മൾ നമ്മളുടെ സിറ്റുവേഷൻസ് ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അത് വാട്ട് എവർ, അതിപ്പോൾ ലവ് ഫെയിലിയർ ആണെങ്കിലും നത്തിങ് ഈസ് ദ എൻഡ്. മനസ്സിലായോ? എവ്രി എൻഡ് ആസ് എ ന്യൂ ബിഗിനിങ്. അതെ. അപ്പോൾ പലതരത്തിലുള്ള കാർഡ്സ് ആണല്ലോ ഇപ്പോൾ കയ്യിലുള്ളത്. ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാർഡാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പല റീഡേഴ്സും പലതുമായിട്ടാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഇതാ യൂസ് ചെയ്യാറ്. ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കാർഡാണ്. ലൈക്ക് ഐ എം വെരി ഇമോഷണലി കണക്റ്റഡ് എന്നും കൂടി പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന രീതിക്കും കൂടി പറയാം. ബിക്കോസ് ഈ കാർഡ്സ് കാരണം എനിക്ക് കുറേ പേരുടെ ലൈഫിൽ മാറ്റങ്ങൾ, കുറേ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അടുത്ത് വന്ന ആൾക്കാരുടെ ലൈഫിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട്. അത് അവരുടെ ഫീഡ്ബാക്സിലൂടെയും അവർ തരുന്ന സ്നേഹത്തിലൂടെയും എനിക്കത് ഭയങ്കരമായിട്ടൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഇത് എന്ന് വെച്ചാൽ നമ്മൾ കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാർഡ്സിലും ഓരോരോ പിക്ചേഴ്സാണ്. ഓക്കെ, അത് നമ്മളുടെ ഇത് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ക്യൂൺ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്സിൻ്റെ എനർജി ഇമോഷണൽ എനർജീസാണ്. ഓക്കെ, അപ്പോൾ എന്ന് നോക്കുമ്പോൾ ബേസിക്കലി ആ ഒരു ലേഡി ഭയങ്കര ഇമോഷണൽ, നർച്ചറിങ്, കെയറിങ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ അതേ സമയത്ത് ആൾക്കറിയാം ആളുടെ ഇമോഷൻസിനെ എങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ കാർഡ് എടുക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു റീഡിംഗ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ആളുടെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കാറില്ല. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാറുമുണ്ട്, പ്ലീസ് അത് പറയരുത്, അവരെന്തിനാ വരുന്നതെന്ന് എനിക്ക് അറിയണ്ട എന്നുള്ളത്. ബിക്കോസ് വാട്ട് ഐ ബിലീവ് ഇസ് ദാറ്റ് എനിക്ക് അവരുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള വാട്ട് എവർ ഗൈഡൻസ് അത് കറക്റ്റായിരിക്കും എന്നുള്ളത്. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഫോട്ടോ മതി. ഫോട്ടോയിലൂടെ ഞാൻ കണ്ണിലൂടെ കണക്ട് ചെയ്യും, ലൈക്ക് വിത്ത് യുവർ ഐസ് ആൻഡ് ദെൻ ഐ ഷഫൽ ദ കാർഡ്സ്. അപ്പോൾ കാർഡ്സ് ഷഫൽ ചെയ്യുമ്പോൾ വീഴും. അതിൻ്റെ ബേസിസിൽ വെച്ചിട്ട് ഞാൻ പറയും ഇതുവരെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ അക്സെപ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഞാനിപ്പം പറയാണ് ഫോർ എക്സാമ്പിൾ ഞാനിത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ച് അതെന്താ വെച്ചാൽ നമ്മൾ ചില ആൾക്കാരുണ്ട്, ഞാൻ ഇങ്ങനെ ചോദിക്കും ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അപ്പോൾ ഇല്ലല്ലോ അങ്ങനെ പറയും. പക്ഷെ എനിക്കത് 100% ഉറപ്പാണ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആൾക്കത് സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വിളിക്കും. ഓക്കെ, അതെ അത് ആ ടൈമിൽ പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഇവിടെ ജഡ്ജ് ചെയ്യാൻ ആരും ഇരിക്കുന്നല്ല. ബിക്കോസ് ഞാൻ 100% ആയിരിക്കണം ഫ്രണ്ടിലുള്ള ആളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ചില വശങ്ങൾ നമ്മൾക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത വശങ്ങളുണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ പിന്നീട് റിയലൈസ് ചെയ്യും ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സെഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. ഇത് വേറൊരു ഡെക്കാണ്, ക്ലാരിഫയിങ് ലവ് സിറ്റുവേഷൻസ്. ഞാൻ ഈ പറഞ്ഞതുപോലെ വാട്ട് ഈസ് ഹീ തിങ്കിങ് അബൌട്ട് മീ, ഷീ തിങ്കിങ് അബൌട്ട് മീ എന്ന് വരുന്ന സമയത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം ഞാനിങ്ങനെ പറയും ആദ്യം എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം പറയും പോവട്ടടോ എന്നൊക്കെ പറയും ഇങ്ങനെ. പക്ഷെ പിന്നെ എനിക്കൊരു വിഷമം തോന്നും. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇമോഷൻസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം എടുത്തു കൊടുക്കും.
ഇതിൽ കാണിച്ചു കൊടുക്കും ഞാൻ, ലൈക്ക് എക്സാക്ട്ലി ആളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് ഷഫിൾ ചെയ്തിട്ട്. അപ്പം പറഞ്ഞു കൊടുക്കും ഇതാണെന്നുള്ളത്. ഇപ്പം നമ്മുടെ ഇപ്പം എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ് എടുത്തിട്ട് വെറുതെ ഒരു കാർഡ് എടുത്തിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇല്ല, ഞാനൊരു കാര്യം പറയാം. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞത്, കാർഡ് എടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. അപ്പം ഞാനിപ്പം പറഞ്ഞു ഷഫിൾ ചെയ്യുന്ന സമയത്ത് ആരുടെ എനർജി അതിൽ കണക്ട് ആവാന്നുള്ളത് എനിക്കറിയില്ല. സംഭവം മനസ്സിലായല്ലോ? കാരണം എത്രയോ പേര് കാണുന്നുണ്ടാവും ഇത്. അപ്പം ഞാനത് ഒരു ഫോൾസ് ഹോപ്പ് കൊടുക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ എന്ന് പറയുന്ന ഒരാളെ അല്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ കണ്ടെടുത്തോളം, ഒരാളെ നമ്മൾ വെറുതെ ആഗ്രഹിപ്പിക്കുക അല്ലെങ്കിൽ അയാൾക്കൊരു പ്രതീക്ഷ കൊടുക്കുക തെറ്റല്ലേ? വളരെ അതല്ല ഞാൻ ചോദിച്ചത്, ഒരു കാർഡ് എങ്ങനെ റീഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. ലൈക്ക് അതിലിപ്പോ ഏതെങ്കിലും ഒരു കാർഡ് ലവ് വേണ്ട, എന്തായാലും ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാം. കാരണം ഇത് ഭയങ്കര സെൻസിറ്റീവ് ഇമോഷണൽ ആയിട്ടുള്ള കേസസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർ ഇതിൽ എന്താ പറയാ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് എന്തായാലും വേണ്ട. എന്നാ നമുക്ക്, എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടി തന്നെ ഒരു കാർഡ്. ഓക്കെ, ഞാൻ ചിന്നുവിന്റെ ഒരു നോക്കാം. ഞാൻ ഫ്യൂച്ചർ എന്താവും നല്ല നോക്കിയിട്ട് നോക്കട്ടെ. ഓക്കെ, outcome of Chinnu scarier. വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറഞ്ഞാൽ പറയട്ടെ? പറയേ. ഓക്കെ, ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടേ ഇങ്ങനെ കെട്ടിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ തോട്ട്സിനെ കട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, നമുക്കൊരു നേരത്തെ എങ്ങോട്ട് പോകണം മനസ്സിലായോ? ആ ഒരു അവസ്ഥയാണ്. പിന്നെ അഡിക്റ്റീവ് തോട്ട്സ് ആണ്, ഒബ്സസ്ഡ് തോട്ട്സ് ആണ്. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെയായിരിക്കും. മനസ്സിലായോ? ഈ രണ്ട് സംഭവങ്ങളും ഒന്ന് ഓവർകം ചെയ്യണം. ഇപ്പം ആര് കേട്ടാലും പറയാം അത് ചെയ്താൽ കിട്ടില്ലേ? ആ ഓവർകം ചെയ്യുന്നതാണ് നമ്മളുടെ കഴിവ്. അപ്പം ഇപ്പം സംഭവം മനസ്സിലായില്ലേ എവിടെയാ കുടുങ്ങുന്നതെന്നുള്ളത്? പുതിയ ഓപ്പർച്യൂണിറ്റീൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഫൈനാൻസസ് അത്ര കൃത്യമായിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അത് ശരിയാണ്. മനസ്സിലായോ? അപ്പൊ ഒരു ഗൈഡൻസ് കിട്ടിയില്ലേ? അപ്പൊ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ടാറോ റീഡിങ് കൊണ്ട്. മനസ്സിലായി? ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു സെഷനിൽ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷനിൽ പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ലൈക്ക് ആൾക്കറിയാൻ പറ്റും ഞാൻ എന്താണ് ലാക്ക് ചെയ്യുന്നത്. ഒരു സെഷൻ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ആൾക്ക് ആ ഒരു തിരിച്ചറിവ് നല്ലോണം ഉണ്ടാവും. എത്രയോ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാം വീട്ടിലിരിക്കുന്ന എൻ്റെ കൂടെയുള്ള ആൾക്ക് പോലും അറിയില്ല ലൈക്ക് ഞാൻ എന്താണ് ഗോ ത്രൂ ചെയ്യുന്നത്. അത് മാം ഒരു കാർഡ് എടുത്ത് പറഞ്ഞാൽ ഇത് ഭയങ്കര സംഭവം എന്നുള്ളത്. അഗെയിൻ ഞാൻ പറയാം, അത് എൻ്റെ ഒരു മാജിക് ഒന്നും അല്ല കേട്ടോ. ഞാൻ വിശ്വസിക്കുന്ന ഡിവൈൻ പവർ. അത് പിന്നെ വേറൊരുന്നുണ്ട്, ആര് പറഞ്ഞു കൊടുത്താലും നമ്മളൊരു കാര്യം ചെയ്യില്ല. നമ്മൾക്ക് ഒരു ചേഞ്ച് വരണമെന്ന് ടൈം ആയാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിത് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായത് സമയത്തിന് ഡെസ്റ്റിനി. പിന്നെ ഡെസ്റ്റ് ഇതൊക്കെ ഉള്ളതല്ലേ. ഞാനത് ഭയങ്കര സ്ട്രോങ് ബിലീവർ കേട്ടോ. എനിക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ ഞാൻ പറഞ്ഞല്ലോ ഉണ്ട് ഇല്ല എന്നുള്ളൊരു തർക്കത്തിന് ഞാൻ റെഡിയല്ല. പക്ഷേ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ. ലൈക്ക് ഞാൻ ദിസ് ഇസ് വാട്ട് ഐ മീൻ വെൻ ഐ സേ ഐ എം എ ടാറോ കാർഡ് റീഡർ എന്ന് പറയുന്ന സമയത്ത് അല്ലാണ്ട് കുറേ സ്പെൽസ് പറഞ്ഞു കൊടുക്കുക അത് ചെയ്യുക അതിൽ ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. വരുന്ന ആൾക്കാർക്ക് മെൻ്റൽ പീസ്. പിന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ആരും ഹാപ്പിയല്ല. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര ബ്ലെസ്ഡ് ആണ്, മീൻസ് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിൽ വന്നതിന് ശേഷം ഞാൻ റിയലൈസ് ചെയ്തു ഞാൻ ഇത്ര ബ്ലെസ്ഡ് ആണെന്ന്. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഒരു ഇത്രയും വലിയൊരു ട്രോമ ഹിറ്റാവുമ്പം ഒരു ഏജിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു ഇത്. അപ്പം അന്ന് നമ്മൾ വിചാരിക്കും ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. അത് സംഭവിച്ചുകൊണ്ടായിരിക്കാം കുറേ കൂടി എനിക്ക് ആൾക്കാരുടെ വിഷമങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുമ്പം അത് ചിന്നുവിനൊരു സ്റ്റോറിയാണ് അല്ലേ? ബട്ട് ഫോർ മീ ഇറ്റ്സ് മൈ ലൈഫ്. അത് ഉൾക്കൊള്ളേണ്ട കഴിവ് ഞാനതാ പറഞ്ഞ ടാറോ കാർഡ് റീഡർ ആർക്ക് വേണമെങ്കിലും ആവാം. മനസ്സിലായോ? ഇത് പഠിച്ചിട്ട് ഇന്നേ പേജ് ഇതാണെന്ന് പറയാം, അതിൽ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറയാമല്ലോ, ഫോർ എക്സാമ്പിൾ ഒരു കാർഡ് എടുക്കാം. ഓക്കെ, എംപ്രസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് നമ്മളൊരു പ്രഗ്നൻസി റിലേറ്റഡ് ഒരാൾ ചോദ്യം ചോദിക്കാന്ന് വെച്ചോ, ഞാൻ കൺസീവ് ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ യെസ് എന്ന് പറയും. കാർഡ് ഒന്ന് കാണിക്കാം. എംപ്രസ്. നമ്മൾ പറയും യെസ്,
100% യെസ് ആണെന്ന് പറയും നമ്മൾ. ഓ ആ യെസ് ഓർ നോ എന്ന് ബേസ്ഡ് അല്ല മാത്രം ഒരാളുടെ ജീവിതം, മനസ്സിലായോ? അതിൽ കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ അത് നമ്മൾ കേട്ടിരിക്കാൻ, നമ്മളത് മനസ്സിലാക്കാനും എന്നിട്ട് വേണം നമ്മളൊരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇത് എല്ലാവരും ഇങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി വേറെയാണ്. ഇപ്പം ചില ആൾക്കാർ ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത്ര ചാർജ്. ഓ ഓ. അപ്പം എനിക്ക് ജോലി കിട്ടുമോ? അപ്പം ജസ്റ്റ് ഷഫിൾ ചെയ്തിട്ട് വരുന്ന 2 കാർഡ്. അപ്പോൾ ഇല്ല. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്യൂരിയോസിറ്റി ആയി, എന്തുകൊണ്ട് കിട്ടില്ല, മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു ക്ലാരിറ്റി അതിൽ കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ എത്ര കാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞത്? 78. അപ്പോൾ ഓരോ കാർഡിനും പല പല റീഡിങ്സ് ആണോ? നമ്മൾ പറയില്ല ഇപ്പോൾ സിറ്റുവേഷൻ. ഇപ്പം ഞാൻ എടുക്കുന്ന എൻ്റെ സ്പ്രെഡ് വേറെ വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണ് നോക്കിയിട്ടാണ് ഷഫിൾ ചെയ്യുക. എനിക്ക് ആളുടെ ഫോട്ടോ അത് കിട്ടുമ്പോൾ ഷഫിൾ ചെയ്യും. ബൈ ഗോഡ്സ് ഗ്രേസ് ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെയല്ല എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. അങ്ങനെ അതിൽ തന്നെ കള്ളം പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. എനിക്കറിയാലോ കള്ളമാണ് എന്ന് പറയുന്നത്. എനർജീസ് ഒരിക്കലും കള്ളത്തരം പറയില്ല. അതാ പറയാൻ കാരണം. ടാറോ കാർഡ് കള്ളം, ആൾക്കാർ പറയും ആളെ പറ്റിക്കൽ പരിപാടിയാണ്, ഇതൊക്കെ പറയാറുണ്ട്. വെറുതെ ചുമ്മാ ആളെ പറ്റിക്കുന്നല്ലേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനർജീസ് ഒരിക്കലും കള്ളത്തരം പറയില്ല. അപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പം കിട്ടുന്നൊരു വൈബ്, അതൊരു എനർജിയാണ്. ഇപ്പം ചിന്നു എന്നോട് സംസാരിച്ചിട്ട് ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയി പോവാന്ന് വെച്ചോ, അപ്പം അത് മനസ്സിലാവോ എന്തോ ഒരു നെഗറ്റീവ് എനർജിയാണ്, നമ്മൾ അങ്ങനെയല്ലേ പറയാം. അതേ ടൈമിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മളെ അല്ലാണ്ട് മാറിപ്പോകുമ്പോൾ നമ്മൾ ഒരു എന്തൊരു പോസിറ്റിവിറ്റിയാ അല്ലേ, നമ്മൾ ഫീൽ ചെയ്യുന്നല്ലേ എനർജി. യെസ് യെസ് യെസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുകയൊക്കെ ചെയ്യും. എനിക്കിപ്പം നന്നായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. മീൻസ് ഏകദേശം നമുക്ക് എടുത്തെടുത്തെടുത്ത് നമുക്കതൊരു ഐഡിയ കിട്ടും. ലൈക്ക് ഓൾമോസ്റ്റ് ആൾ എന്താ ചിന്തിക്കുന്നതെന്നുള്ള ലെവലിൽ കൂടി നമുക്കത് ഇതാക്കാൻ പറ്റും. നമ്മളൊരു കാര്യം പറയുമ്പം കാരണം എനർജീസ് ഒരിക്കലും കള്ളം പറയില്ല. മനുഷ്യന്മാർക്ക് എന്ത് വേണേൽ പറയാലോ. അതെ അതെ അതെ. നമ്മളിപ്പോൾ ഒരാളുടെ ഉള്ളിൽ എത്തി നോക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എങ്ങനെയാണ്, ലൈക്ക് ഇതിന് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നോ അതോ? ഞാൻ കുറേ മുമ്പ് ആക്ച്വലി ഞാനിത് കുറേ മുമ്പ് പഠിച്ചൊരു സംഭവമായിരുന്നു. പക്ഷെ അന്ന് ജീവിതത്തിൽ ഇത് ആവശ്യം വന്നില്ല എനിക്ക്, അത് വേണം പറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നീട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് പോയത് എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിടക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ട് രാത്രി. ഏത് ജോലിയിലും കിട്ടാത്തൊരു സുഖം എനിക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ലൈക്ക് കുറേ പേർക്ക് ഒരു സമാധാനം കിട്ടുന്ന അവർ ഫീഡ്ബാക്ക് അയക്കുമ്പം ആസ് എ ടാറോ കാർഡ് റീഡർ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണത്. ഉണ്ടാക്കുന്ന പൈസയേക്കാളും കൂടുതൽ ആ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, ലൈക്ക് ഐ എം ഫീലിംഗ് വെരി ഹാപ്പി, അല്ലെങ്കിൽ ഐ എം വെരി റിലാക്സ്ഡ്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഉറങ്ങി എത്രയോ മാസങ്ങൾക്ക് ശേഷം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്കത് എന്താ പറയുക, കോടി കിട്ടിയതിൻ്റെ ഒരു കോടി കിട്ടിയാൽ പോലും ഇത്ര സന്തോഷിക്കുമെന്ന് എനിക്കറിയില്ല. ആ ഒരു ഇതാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ആളുകളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണല്ലോ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് എത്ര പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞ ആൾക്കാർ ഒരുപാട് കേസസിൽ വരാറുണ്ട്. ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റ് ദുബായിൽ കള്ളക്കേസിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദുബായ് പോലീസും കാര്യങ്ങൾ അറിയാലോ, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര പ്രശ്നമാണ്. ആളെന്താ പറയുക, അവൾ പ്രഗ്നൻറ്റും ആയിരുന്നു ഈ ഒരു പീരിയഡിൽ. ഷീ വെൻറ്റ് ത്രൂ ഹെൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ ഫീഡ്ബാക്ക് അവൾ എനിക്ക് തന്നത്. അപ്പോൾ ആ ടൈമിൽ അവൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സെഷൻസ് എടുക്കും എൻ്റെ അടുത്ത് നിന്ന്, ലൈക്ക് ടു ഗെറ്റ് ദാറ്റ് സ്ട്രെങ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ചേച്ചി ഒന്ന് ഗൈഡ് ചെയ്യാമോ, നോക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നോക്കുമ്പം മാച്ചാവും, സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താവും എന്നുള്ളത് നമുക്ക് മാച്ചാവും, നമുക്കത് അറിയാൻ പറ്റും മുൻകൂട്ടിയിട്ട്. എന്തോ അതും ഞാൻ പറഞ്ഞില്ല, ഭഗവാന്റെ ഒരു അനുഗ്രഹം. അങ്ങനെ അവൾ ജയിച്ചു ആ കേസിൽ. 1 year ആ കുട്ടി വയറ്റിൽ ഈ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ടും പ്രശ്നം തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി അവൾക്ക് വേർഡിക്റ്റ് വന്നു, ലൈക്ക് അവൾ ക്ലിയർ ആണെന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ കുറേ ഗൈഡൻസും കാര്യങ്ങളും. ഇതൊക്കെയാണ് ഗൈഡൻസ്, കറക്റ്റ്. ഇതൊക്കെയാണ് സ്പെല്ല്. മനസ്സിലായോ? ലൈക്ക് നമ്മളുടെ രീതിയിൽ അത് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും ശരിക്കുള്ള നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിരപരാധിയാണ് എന്നിട്ട് പോലും അതൊക്കെ തെറ്റായുള്ള ഒരു കാര്യമല്ലേ. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ ഞാൻ നല്ലോണം ഇടപെടും. മീൻസ് എന്നെ കൊണ്ടാവുന്ന മാക്സിമം പോയിട്ട് ചെയ്തു കൊടുക്കാൻ നോക്കാറുണ്ട്.